ഏവർക്കും ടീച്ചർ അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ DLEDന്റെ അഡ്മിഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നിലവിലെ അഡ്മിഷൻ നടപടികൾ ഏകദേശം അവസാനിക്കാറായി. പല ജില്ലകളിലും ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുടെയും സെൽഫ് ഫിനാൻസ് കോളേജുകളുടെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടപടികളൊക്കെ ചില ജില്ലകളിൽ പൂർത്തിയായി, ചില ജില്ലകളിൽ അടുത്ത ദിവസങ്ങളിലായി പൂർത്തിയാകും. മിക്കവാറും ഒക്ടോബർ 6 മുതൽ DLEDന്റെ ക്ലാസുകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന DLED കോഴ്സിനെ പറ്റിയാണ്. DLEDന് ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കേണ്ടത്, ഓരോ സെമസ്റ്ററിലും എത്ര വിഷയങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാവാറുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്, എത്ര സെമസ്റ്ററുകളിലായിട്ടാണ് DLED കോഴ്സ് നടക്കുന്നത്, ഏതൊക്കെ സെമസ്റ്ററുകളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് നടക്കുന്നത്, അതേപോലെ ഏതൊക്കെ സെമസ്റ്ററുകളിലാണ് ഇന്റേൺഷിപ്പ് നടക്കുന്നത്, ഇന്റേൺഷിപ്പ് എത്ര ദിവസമാണ്, അതേപോലെ ടീച്ചിങ് പ്രാക്ടീസ് എത്ര ദിവസമാണ്, ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്തും അതേപോലെ ഇന്റേൺഷിപ്പ് സമയത്തും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതേപോലെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ സെമസ്റ്ററിലും അടയ്ക്കേണ്ട പരീക്ഷാ ഫീസ് എത്രയാണ്, കേട്ടിട്ട് പരീക്ഷ എപ്പോഴാണ് എഴുതാൻ സാധിക്കുക, ഓരോ സെമസ്റ്ററിൽ നമുക്ക് എത്ര ദിവസം ലീവ് എടുക്കാൻ സാധിക്കും, എത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസ് ആണ് DLED നിർബന്ധമായിട്ടും വേണ്ടത്, DLEDന് എങ്ങനെയാണ് ട്രാൻസ്ഫർ അപേക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് ട്രാൻസ്ഫർ അപേക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, തുടങ്ങി DLEDുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിനകത്ത് ചർച്ച ചെയ്യാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. DLED ക്ലാസ്സുകൾ ആരംഭിച്ചതിന് ശേഷം DLEDന്റെ ക്ലാസ്സുകൾ ചാനലിലൂടെ നൽകുന്നതാണ്. ഒരിക്കൽ കൂടി ഏവർക്കും ടീച്ചർ അക്കാദമിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ DLEDന് അഡ്മിഷൻ ലഭിച്ച ഭാവിയിലെ അധ്യാപകർക്ക് അഭിനന്ദനങ്ങൾ. നല്ലപോലെ പഠിക്കുക, നല്ല അധ്യാപകരായി മാറുക. DLED പഠിക്കുന്ന സമയത്ത് തന്നെ കേട്ടിട്ട് എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കേട്ടിട്ട് പരീക്ഷ പാസ്സാവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് DLED പഠിക്കുന്ന കാലഘട്ടം തന്നെയാണ്. ആദ്യ സെമസ്റ്റർ മുതൽ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് പാസ്സാകാൻ സാധിക്കും. 3-ാം സെമസ്റ്ററിലും അതേപോലെ 4-ാം സെമസ്റ്ററിലും നിങ്ങൾക്ക് കേട്ടിട്ട് എഴുതാൻ അവസരം ലഭിക്കും. സെക്കൻഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ട് രജിസ്റ്റർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ആദ്യ സെമസ്റ്റർ മുതൽ കേട്ടിട്ട് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക. DLED കൊണ്ട് മാത്രം നിലവിൽ കേരളത്തിൽ എവിടെ ജോലി ചെയ്യാൻ സാധിക്കില്ല. കേട്ടിട്ട് നിർബന്ധമാണ്. കേട്ടിട്ട് പഠിക്കാൻ വേണ്ടി നിരവധിയായ ഗൈഡുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അതിൽ ഏറ്റവും പുതിയ എഡിഷൻ നോക്കി നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആദ്യ സെമസ്റ്റർ മുതൽ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തേർഡ് സെമസ്റ്റർ ആകുമ്പോഴേക്കും കേട്ടിട്ട് പാസ്സാവാം. നമ്മുടെ ചാനലിലൂടെയും കേട്ടിട്ട് ക്ലാസ്സുകൾ നൽകുന്നതാണ്. DLED 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. 4 സെമസ്റ്ററുകളായാണ് നടക്കുന്നത്. ഓരോ സെമസ്റ്ററിലും 8 അല്ലെങ്കിൽ 9 വിഷയങ്ങളാണ് പഠിക്കാൻ വേണ്ടി ഉണ്ടാവുക. 8 അല്ലെങ്കിൽ 9 വിഷയങ്ങൾ ഓരോ സെമസ്റ്ററും പഠിക്കുന്നുണ്ടെങ്കിലും 2, 3 മാക്സിമം പോയാൽ 4 വിഷയങ്ങൾക്ക് മാത്രമേ ഓരോ സെമസ്റ്ററിലും പരീക്ഷ ഉണ്ടാവാറുള്ളൂ. ബാക്കി വിഷയങ്ങൾ CE പേപ്പറായിട്ടാണ് പരിഗണിക്കുന്നത്. DLED കോഴ്സ് പഠിച്ച് പാസ്സാവാൻ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് ആകെ ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടിട്ട് പരീക്ഷ മാത്രമാണ്. DLED പരീക്ഷയിൽ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ എത്ര വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്, അവ ഏതൊക്കെയാണ്, അതിനകത്ത് എത്ര വിഷയങ്ങൾക്കാണ് പരീക്ഷ ഉണ്ടാവാറുള്ളത് നോക്കാം. ആദ്യ സെമസ്റ്ററിൽ 9 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. ഓരോ സബ്ജക്റ്റിനും ഓരോ സബ്ജക്റ്റ് കോഡുകൾ ഉണ്ടാവും. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്കകത്ത് കൃത്യമായിട്ട് അത് കാണാം. ഇടത് സൈഡിൽ 101, 102, 103 എന്ന് കൊടുത്തിരിക്കുന്നതാണ് സബ്ജക്റ്റ് കോഡ്. പല സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓരോ സബ്ജക്റ്റിന്റെ പേരാണ്. 101 സൈക്കോളജി, 102 ഫിലോസഫി, 103 മലയാളം, 104 ഇംഗ്ലീഷ്, 105 ഗണിതം, 106 പരിസര പഠനം, 107 IT, 108 കലാവിദ്യാഭ്യാസം, 109 ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്നിങ്ങനെയാണ് ആദ്യ സെമസ്റ്ററിൽ പഠിക്കാനുള്ള വിഷയങ്ങൾ. ഈ നൽകിയിരിക്കുന്ന 9 വിഷയങ്ങളിൽ 2 വിഷയങ്ങൾക്കാണ് പൊതുപരീക്ഷ ഉണ്ടാവുക. ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം CE പേപ്പർ മാത്രമായിരിക്കും. പൊതുപരീക്ഷ നടക്കുന്ന 2 സബ്ജക്റ്റുകളും CE മാർക്ക് ഉണ്ടായി 70 മാർക്കിലാണ് പൊതുപരീക്ഷ നടക്കുന്നത്. 50% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ DLED പരീക്ഷ പാസ്സാവാൻ കഴിയുള്ളൂ. 70 മാർക്ക് പരീക്ഷ എന്ന് പറയുമ്പോൾ 35 മാർക്ക് പരീക്ഷയ്ക്ക് ലഭിച്ചാൽ മാത്രമേ പരീക്ഷ പാസ്സാവുകയുള്ളൂ. 1-ാം സെമസ്റ്ററിൽ പഠിക്കുന്ന വിഷയങ്ങളും അതിൻ്റെ CE മാർക്ക്, അതേപോലെ പൊതുപരീക്ഷയുടെ മാർക്ക്, ഇന്റേൺഷിപ്പിന്റെ മാർക്ക് എന്നിവ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഇത്രയും സബ്ജക്റ്റുകളാണ് 1-ാം സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. DLED പഠിക്കാൻ പൊതുവെ എളുപ്പമാണെന്ന് പറഞ്ഞു. എന്നിരുന്നാലും 3 സബ്ജക്റ്റുകൾ അത്യാവശ്യം ടഫാണെന്ന് കുട്ടികൾ പറയാറുണ്ട്. അതിനകത്തുള്ള ഒരു സബ്ജക്റ്റ് സൈക്കോളജിയാണ്. ആദ്യ സെമസ്റ്ററിൽ തന്നെ പരീക്ഷ വരുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധ സൈക്കോളജിക്ക് കൊടുക്കേണ്ടതുണ്ട്. പഠിക്കാതെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ സപ്ലി നേടുന്ന ഒരു സബ്ജക്റ്റും കൂടെയാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഇംഗ്ലീഷ്, മാത്സ് എന്നിവയാണ്. ഇംഗ്ലീഷിന്റെ പരീക്ഷ വരുന്നത് 3-ാമത്തെ സെമസ്റ്ററും മാത്സിന്റെ പരീക്ഷ വരുന്നത് 4-ാമത്തെ സെമസ്റ്ററുമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് 4-ാമത്തെ സെമസ്റ്ററും അതേപോലെ 3-ാമത്തെ സെമസ്റ്ററിന്റെ കാര്യം പറയുന്ന സമയത്തും പറയാം. 2-ാമത്തെ സെമസ്റ്റർ 10 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് 4 സബ്ജക്റ്റുകൾക്ക് പൊതുപരീക്ഷ ഉണ്ടാവും. 2-ാമത്തെ സെമസ്റ്റർ പൊതുപരീക്ഷയുടെ വിഷയങ്ങൾ സൈക്കോളജി, ഫിലോസഫി, ആർട്ട് വർക്ക്, IT എന്നിവയാണ്. ITക്ക് പ്രായോഗിക പരീക്ഷയാണ് ഉണ്ടാവുക, അതായത് പ്രാക്ടിക്കൽ പരീക്ഷയാണ് ഉണ്ടാവുക. സെക്കൻഡ്
സെമസ്റ്ററിൽ ഫിലോസഫിയും സൈക്കോളജിയും 70 മാർക്കിനും IT കലാവിദ്യാഭ്യാസം എന്നിവ 60 മാർക്കിനുമാണ് പരീക്ഷ ഉണ്ടാവുക. എല്ലാ സെമസ്റ്ററിലും എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കാണ് വിജയിക്കാൻ വേണ്ടത്. ആദ്യത്തെ 1-2 സെമസ്റ്ററുകളിൽ 5 ദിവസത്തെ ഇന്റേൺഷിപ്പാണ് ഉണ്ടാവുക. കോളേജിൽ നിന്ന് തരുന്ന വിവിധ സർവേകൾ അതേപോലെയുള്ള വർക്കുകൾ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ചെയ്യേണ്ടി വരും. അതിന് 40 മാർക്കാണ് ആദ്യത്തെ സെമസ്റ്ററിലും അതേപോലെ രണ്ടാമത്തെ സെമസ്റ്ററിലും ഉണ്ടാവുക. സ്ക്രീനിൽ അവസാനത്തെ കള്ളിയിൽ ഇന്റേൺഷിപ്പ് എന്ന് കൊടുത്ത ഭാഗത്ത് കൃത്യമായിട്ട് ഓരോ വിഷയങ്ങൾക്കും ഇന്റേൺഷിപ്പിന് എത്ര മാർക്കാണുള്ളത് എന്ന് കാണാം. അതിനകത്ത് ആകെ മാർക്കാണ് താഴെ കൊടുത്തിരിക്കുന്നത് 40 മാർക്ക്. മൂന്നാമത്തെ സെമസ്റ്ററിൽ ആകെ 9 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. 9 വിഷയങ്ങളിൽ 3 വിഷയങ്ങൾക്കാണ് പൊതുപരീക്ഷ ഉണ്ടാവുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്നിവയ്ക്കാണ് മൂന്നാം സെമസ്റ്ററിൽ പരീക്ഷ ഉണ്ടാവുക. ഇംഗ്ലീഷ് ഭാഷ 1-ാം സെമസ്റ്ററിലും 2-ാം സെമസ്റ്ററിലും 3-ാം സെമസ്റ്ററിലും പഠിക്കുന്നുണ്ട്. അതേപോലെ മലയാളവും 1-ാം സെമസ്റ്ററും 2-ാം സെമസ്റ്ററും 3-ാം സെമസ്റ്ററും പഠിക്കുന്നുണ്ട്. ആരോഗ്യ കായിക വിദ്യാഭ്യാസം 1-ാം സെമസ്റ്റർ 2-ാം സെമസ്റ്ററും 3-ാം സെമസ്റ്ററും പഠിക്കുന്നുണ്ട്. പരീക്ഷ വരുന്ന സമയത്ത് 1-ാം സെമസ്റ്ററിലെയും 2-ാം സെമസ്റ്ററിലെയും 3-ാം സെമസ്റ്ററിലെയും ഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. ഓരോ സെമസ്റ്ററും പരീക്ഷയില്ലാത്ത സബ്ജക്റ്റുകൾ പിന്നീട് പരീക്ഷ വരുന്ന സമയത്ത് അതുവരെ പഠിച്ച എല്ലാ സെമസ്റ്ററിലെയും പാഠഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് മലയാളം 1-ാം സെമസ്റ്ററിലും 2-ാം സെമസ്റ്ററിലും 3-ാം സെമസ്റ്ററിലും പഠിക്കുന്നുണ്ട്. പരീക്ഷ വരുന്നത് 3-ാം സെമസ്റ്ററിലാണ്. അപ്പോൾ 3-ാം സെമസ്റ്ററിൽ പഠിക്കുന്ന പാഠഭാഗങ്ങൾ മാത്രമല്ല 1-ാം സെമസ്റ്ററിലും 2-ാം സെമസ്റ്ററിലും 3-ാം സെമസ്റ്ററിലും പഠിച്ച ഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. 3-ാം സെമസ്റ്ററിൽ പരീക്ഷയുള്ള വിഷയങ്ങളായ ഇംഗ്ലീഷും മലയാളവും 80 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക. ആരോഗ്യ വിദ്യാഭ്യാസം 60 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക. 3rd സെമസ്റ്ററിലും അതേപോലെ 4th സെമസ്റ്ററിലും 45 ദിവസത്തെ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടാവും. അതിനാകെ മാർക്ക് 130 ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ ഏറ്റവും അവസാനത്തെ കള്ളിയിൽ ഓരോ വിഷയത്തിനുമുള്ള മാർക്ക് നൽകിയിട്ടുണ്ട്. ഇന്റേൺഷിപ്പും അതേപോലെ ടീച്ചിങ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. 4ാമത്തെ സെമസ്റ്റർ അഥവാ അവസാനത്തെ സെമസ്റ്ററിൽ 8 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. ആ 8 വിഷയങ്ങളിൽ 3 വിഷയങ്ങൾക്കാണ് പൊതുപരീക്ഷ ഉണ്ടാവുക. ഗണിതം, സയൻസ്, സോഷ്യൽ സയൻസ് എന്നിവയ്ക്കാണ് അവസാന സെമസ്റ്ററിലെ പരീക്ഷ ഉണ്ടാവുക. ഗണിതം 80 മാർക്കിനും സയൻസും സോഷ്യൽ സയൻസും 70 മാർക്കിനുമാണ് പരീക്ഷ ഉണ്ടാവുക. എല്ലാ വിഷയങ്ങളിലും 50% മാർക്കാണ് വിജയിക്കാൻ വേണ്ടത്. 4ാമത്തെ സെമസ്റ്ററിൽ 130 മാർക്കാണ് ടീച്ചിങ് പ്രാക്ടീസിൽ ഉണ്ടാവുക. അത് കൃത്യമായി ഇന്റേൺഷിപ്പ് എന്നുള്ള ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ സെമസ്റ്ററിൽ ടീച്ചിങ് പ്രാക്ടീസ് കൂടാതെ ക്യാമ്പ്, പഠനയാത്ര എന്നിവയുണ്ടാവും. സമൂഹ സമ്പർക്ക സഹവാസ ക്യാമ്പാണ് DLEDനുള്ളത്. DLEDന്റെ സിലബസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ക്യാമ്പും അതേപോലെ പഠനയാത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാമ്പിനും ടൂറിനും മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് മാർക്ക് ലഭിക്കുന്നത്. ക്യാമ്പിന് 40 മാർക്കും പഠനയാത്രയ്ക്ക് 20 മാർക്കുമാണ് പരമാവധി മാർക്ക്. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് മാർക്ക് കൂടിയും കുറഞ്ഞും ഇരിക്കും. DLEDന് ക്യാമ്പ് അതേപോലെ ടൂർ എന്നിവ അറ്റൻഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം അവയുടെ മാർക്ക് കൂടെ നിങ്ങളുടെ CE മാർക്കായിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പല സബ്ജക്റ്റുകളും പല സെമസ്റ്ററുകളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. പൊതുപരീക്ഷ നടക്കാത്ത സബ്ജക്റ്റുകൾക്ക് CE മാർക്ക് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ CE മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ESE എന്ന് പറഞ്ഞ ഒരു എൻഡ് സെമസ്റ്റർ എക്സാം പരീക്ഷ നടത്തും. ESE പരീക്ഷയിലെ മാർക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസ്, തരുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് CE മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുക. ഇത്രയുമാണ് 4 സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകളും ഓരോ സെമസ്റ്ററിൽ നിങ്ങൾക്ക് എഴുതേണ്ട പരീക്ഷകളുടെയും വിവരങ്ങൾ. ഇനി നമുക്ക് ഓരോ സെമസ്റ്ററിലും എത്ര ദിവസമാണ് ടീച്ചിങ് പ്രാക്ടീസ്, ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്തും അതേപോലെ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കാം. 1-ാം സെമസ്റ്ററിലും അതേപോലെ 2-ാം സെമസ്റ്ററിൽ 5 ദിവസം വീതവും 3-ാം സെമസ്റ്ററിലും അതേപോലെ 4-ാം സെമസ്റ്ററിലും 45 ദിവസം വീതവുമാണ് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടാവുക. 1-ാം സെമസ്റ്ററിലും അതേപോലെ 2-ാം സെമസ്റ്ററിൽ നടക്കുന്ന ഇന്റേൺഷിപ്പിന് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ചോദ്യാവലി തയ്യാറാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഡാറ്റ കളക്ട് ചെയ്യുകയും ചെയ്യുക, ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി അത് കൃത്യമായിട്ട് വിലയിരുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് 1-ാം സെമസ്റ്ററും അതേപോലെ 2-ാം സെമസ്റ്ററിലും പൊതുവെ വിദ്യാർത്ഥികൾക്ക് നൽകാറുള്ളത്. അവ കൂടാതെ സ്ക്രീനിൽ കാണുന്ന ചില പ്രവർത്തനങ്ങളും 1-ാം സെമസ്റ്റർ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് നൽകാറുണ്ട്. ഇതിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരാറില്ല. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ടീച്ചിങ് പ്രാക്ടീസ് അതേപോലെ ഇന്റേൺഷിപ്പ് വർക്കുകൾ തരിക. ആ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 2-ാം സെമസ്റ്ററിലെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ഇത്രയും വർക്കുകളാണ് നൽകാറുള്ളത്. ഇതിനകത്ത് എല്ലാ വർക്കും ചെയ്യേണ്ടി വരാറില്ല. ഇതൊക്കെ ചെയ്യണമെന്ന് നിങ്ങളുടെ ടീച്ചറാണ് തീരുമാനിക്കുന്നത്. ഇന്റേൺഷിപ്പിനും അതേപോലെ ടീച്ചിങ് പ്രാക്ടീസിനും ഗ്രൂപ്പായിട്ടാണ് സ്കൂളുകളിലേക്ക് അയക്കുന്നത്. 8 മുതൽ 10 വരെ അംഗങ്ങൾ ഓരോ ഗ്രൂപ്പിനകത്തും ഉണ്ടാകും. ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡർമാരുണ്ടാകും. ലീഡർമാരാണ് ഇതിന് കൃത്യമായിട്ട് നേതൃത്വം നൽകുന്നത്. അവരാണ് സ്കൂളിൽ പോയി അവിടുത്തെ പ്രിൻസിപ്പാളിനെയും മറ്റു ടീച്ചേഴ്സിനെയും കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ലീഡർമാർ തന്നെയാണ് നിങ്ങളുടെ ഓരോ ദിവസത്തെ പ്രവർത്തനവും എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ
കോളേജിലേക്ക് നിങ്ങൾ ടീച്ചേഴ്സിനെ അറിയിക്കുന്നത്. ഇന്റേൺഷിപ്പിന്റെ സമയത്തായാലും ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്തായാലും നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്താൻ വേണ്ടി മെന്റർ എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടാവും. ഇന്റേൺഷിപ്പിന്റെ സമയത്തും അതേപോലെ ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്തും മെന്റർ ടീച്ചർമാരാണ് നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത്. സ്കൂളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതേപോലെ നമ്മൾ ഏതൊക്കെ ടീച്ചേഴ്സിനെയാണ് കാണേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മെന്റർ ടീച്ചർമാർ നമ്മളെ അറിയിക്കും. അതേപോലെ അവിടെ സ്കൂളിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ടീച്ചർമാരെയും മെന്റർ ടീച്ചർമാരെ അറിയിക്കുന്നതാണ്. ഇന്റേൺഷിപ്പിന്റെ സമയത്താണെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്താണെങ്കിലും സ്കൂളുകളിലെ ടീച്ചറുമായിട്ട് പരമാവധി സഹകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സുഗമമായി ടീച്ചിങ് പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ അംഗമായി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. DLED പഠിക്കുന്ന സമയത്ത് ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ് ഇന്റേൺഷിപ്പും അതേപോലെ ടീച്ചിങ് പ്രാക്ടീസ് സമയവും. ഈ കാലഘട്ടത്തിലാണ് നമ്മളെ ആദ്യമായിട്ട് കുട്ടികളെ ടീച്ചറെ അല്ലെങ്കിൽ സാറേ എന്ന് വിളിക്കുന്നത്. അതായത് അവിടെ മുതൽ നമ്മൾ അധ്യാപകരായി മാറാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർ സ്കൂളിൽ ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടികളും നമ്മളും ചെയ്യേണ്ടതായിട്ട് വരും. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇഷ്ടത്തോടെയും അതേപോലെ താല്പര്യത്തോടെയും ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് DLED കോഴ്സ് പൂർത്തിയാക്കാൻ സാധിക്കും. 3-ാം സെമസ്റ്ററിലും അതേപോലെ 4-ാം സെമസ്റ്ററിലുമാണ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടി സ്കൂളിലേക്ക് പോകുന്നത്. 3-ാം സെമസ്റ്ററിലും അതേപോലെ 4-ാം സെമസ്റ്ററിലും നമ്മൾ കൃത്യമായിട്ട് അധ്യാപകരായി മാറുകയാണ് ചെയ്യുന്നത്. ഓരോ സെമസ്റ്ററിലും നമ്മൾ ടീച്ചർമാർ തയ്യാറാക്കുന്നത് പോലെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി കൃത്യമായി ക്ലാസ് എടുക്കേണ്ടി വരും. അതിന്റെ അധിക പ്രവർത്തനങ്ങൾ നൽകേണ്ടി വരും. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടി വരും. അങ്ങനെ നമ്മൾ ഒരു അധ്യാപകരായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. 3-ാമത്തെ സെമസ്റ്ററിൽ LP ക്ലാസ്സുകളിലും 4-ാമത്തെ സെമസ്റ്ററിൽ UP ക്ലാസ്സുകളിലുമാണ് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടാവുക. ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്, അതേപോലെ എങ്ങനെയാണ് ടീച്ചിങ് മാനുവൽ എഴുതേണ്ടത് എന്നുള്ള കൃത്യമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ അധ്യാപകരോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള അധ്യാപകരോ വന്നോ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങൾ തന്ന് ക്ലാസ് എടുക്കാൻ അവസരം നൽകും. അതൊക്കെ വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് നിങ്ങളെ സ്കൂളിലേക്ക് അയക്കുക. നിങ്ങളെ ക്ലാസ് എടുക്കുന്നത് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ അധ്യാപകരും അതേപോലെ നിങ്ങളുടെ ക്ലാസ്സിലെ സഹപാഠികളും ഉണ്ടാകും. ക്ലാസ്സിന്റെ പോരായ്മകളും അതേപോലെ ഗുണങ്ങളും കൃത്യമായിട്ട് ആ അവസരത്തിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ പോരായ്മകൾ മറികടക്കാനും ഗുണങ്ങൾ തിരിച്ചറിയാനും വേണ്ടി സഹായിക്കും. ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിനും വിശകലന രേഖ തയ്യാറാക്കുന്നതിനും കൃത്യമായിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് സമയമാകുമ്പോഴേക്കും നമ്മൾ വീഡിയോ ആയിട്ട് ഇറക്കുന്നതായിരിക്കും. അവയൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ടീച്ചിങ് മാനുവലിന്റെ കാര്യമോ അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന്റെ കാര്യങ്ങളോ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. അവ എങ്ങനെയാണ് എഴുതേണ്ടത് അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങളെ സ്കൂളിലേക്ക് അയക്കുള്ളൂ. ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ടീച്ചിങ് മാനുവൽ എങ്ങനെയാണ് എഴുതേണ്ടത് അതേപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് സ്കൂളിലെ അധ്യാപകരുമായി പരമാവധി സഹകരിച്ച് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. 15 ദിവസത്തെ സമൂഹ സമ്പർക്ക സൗഹാർദ്ദ ക്യാമ്പാണ് DLEDനുള്ളത്. ഒരുമിച്ച് 15 ദിവസമോ അല്ലെങ്കിൽ 2 ഘട്ടമായോ ക്യാമ്പുകൾ നടത്താം. പക്ഷേ 15 ദിവസത്തെ ക്യാമ്പുകളൊന്നും മിക്കവാറും കോളേജുകളിൽ നടക്കാറില്ല. 5 ദിവസത്തെ ക്യാമ്പുകളാണ് എല്ലാ കോളേജിലും നടക്കാറുള്ളത്. പഠനയാത്രയ്ക്ക് കൃത്യമായിട്ട് എത്ര ദിവസമാണ് വേണ്ടത് എന്നുള്ളത് പറയുന്നില്ല. എന്നിരുന്നാലും പഠനയാത്രയും DLED കരിക്കുലത്തിന്റെ ഭാഗം തന്നെയാണ്. DLED പഠന കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാന സംഭവമാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. 2-ാം സെമസ്റ്ററിലും അതേപോലെ 4-ാം സെമസ്റ്ററിലുമാണ് കമ്മീഷൻ ഉണ്ടാവുക. 1-ാം സെമസ്റ്ററിലും 2-ാം സെമസ്റ്ററിലും ചെയ്ത പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് 2-ാം സെമസ്റ്ററിൽ ഉണ്ടാവുക. 3-ാം സെമസ്റ്ററിലും അതേപോലെ 4-ാം സെമസ്റ്ററിലും ചെയ്ത പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് 4-ാം സെമസ്റ്ററിലെ കമ്മീഷനിൽ ഉണ്ടാവുക. കമ്മീഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ എല്ലാ വർക്കുകളും പരിശോധിക്കും. കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാനുള്ള അധികാരം കമ്മീഷനുണ്ട്. അതുകൊണ്ട് വർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കമ്മീഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ വർക്കുകൾ കംപ്ലീറ്റ് അല്ല എങ്കിൽ പിന്നീട് കമ്മീഷൻ നടക്കുന്ന കോളേജിലേക്ക് നിങ്ങൾ എല്ലാ വർക്കുകളും എടുത്തു പോകേണ്ടതായിട്ട് വരും. അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളുടെ നോട്ട് അതേപോലെ ചെയ്ത വർക്കുകളൊക്കെ മറ്റൊരു കോളേജിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ കോളേജിലെ കുട്ടികളുടെ വർക്കുകൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളെ പരിഗണിക്കുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക. DLED കോഴ്സ് പഠിക്കാനും അതേപോലെ ഏറ്റവും നല്ലൊരു കാലഘട്ടം തന്നെയാണ് DLED കോഴ്സ്. എന്നിരുന്നാലും വരുന്ന വർക്കുകൾ പെൻഡിങ് ആയി വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കൂമ്പാരമായി മാറും. അത് പിന്നീട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് വർക്കുകളൊക്കെ ചെയ്യുക.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. DLED കോഴ്സിന് ചേർന്നവർക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നത് 2 തരത്തിലാണ്. കോഴ്സിന് ചേർന്ന സമയത്ത് തന്നെ DD ഓഫീസിൽ അപേക്ഷ നൽകി കോളേജുകൾ തമ്മിൽ മാറാൻ സാധിക്കും. 3-ാം സെമസ്റ്ററിലും ഇതേപോലെ കോളേജുകൾ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനും DD ഓഫീസിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷകൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുത്ത് ആ കോളേജിന്റെ പ്രിൻസിപ്പലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതാണ്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കോളേജുകൾ മാറണമെങ്കിൽ മ്യൂച്വൽ ട്രാൻസ്ഫർ ആണ് നടക്കുക. നിങ്ങൾക്ക് പോകേണ്ട കോളേജിൽ നിന്നൊരു കുട്ടി നിങ്ങൾ ഇപ്പോൾ ഉള്ള കോളേജിലേക്ക് വരാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഏത് കോളേജിലേക്കാണ് അപേക്ഷ നൽകുന്നത് അവിടെ സീറ്റ് ഒഴിവ് വേണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയുള്ളൂ. 3rd സെമസ്റ്ററിന്റെ കേസിലും ഇതേപോലെ തന്നെയാണ്. ഒഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതാണ്. ഓരോ സെമസ്റ്ററും വളരെ കുറഞ്ഞ പരീക്ഷാ ഫീസാണ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. 100 മുതൽ 200 രൂപ വരെ മാത്രമാണ് പരീക്ഷാ ഫീസായിട്ട് ഈടാക്കുന്നത്. 1-ാം സെമസ്റ്ററിലെ സൈക്കോളജി, 2-ാം സെമസ്റ്ററിലെ സൈക്കോളജി, 3-ാം സെമസ്റ്ററിലെ ഇംഗ്ലീഷ്, 4-ാം സെമസ്റ്ററിലെ മാത്സ് എന്നിവ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളാണ്. ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്ത് നിങ്ങൾ എഴുതേണ്ട പെഡഗോഗി, അതായത് ബോധനശാസ്ത്രപരമായ അപഗ്രഥനം മാനുവൽ അഥവാ ടീച്ചിങ് മാനുവലിന്റെ മോഡലാണിത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയമാകുമ്പോഴേക്കും ടീച്ചേഴ്സ് നിങ്ങളെ കൃത്യമായിട്ട് അവ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിപ്പിക്കുന്നതാണ്. അതേപോലെ എഴുതിയ മാതൃക നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ മറുപടി നൽകുന്നതോ ആയിരിക്കും.